കഴിഞ്ഞ അമ്മ യോഗത്തിൽ ദിലീപിന് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് പറഞ്ഞ കെ.ബി. ഗണേഷ് കുമാർ ശക്തമായ നടപടി വേണമെന്നാണ് ഇന്ന് ആവശ്യപ്പെട്ടത്. ദിലീപിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നായിരുന്നു പ്രതികരണം. ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞു. പക്ഷേ കുറ്റകൃത്യം വരുമ്പോൾ ആരാണോ ചെയ്യുന്ന അവരുടെ കൂടെ നമ്മൾ നിൽക്കില്ല. അമ്മയിലെ എല്ലാവരും ഒരുപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ കുറ്റകൃത്യമുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ അതിൽ ഇരയുടെ പക്ഷത്ത് തന്നെ. തന്റെ വികാരം കൂടി പ്രതിഫലിക്കുന്ന നിലപാട് അമ്മ എക്സിക്യൂട്ടീവ് യോഗം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് വ്യക്തമാക്കുമെന്നും പൃഥ്വിരാജ് അറിയിച്ചു. കർശന നടപടി പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം. എൻ്റെ സുഹൃത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത്. അപ്പോൾ അവർക്ക് മാക്സിമം ജസ്റ്റിസും മാക്സിമം സപ്പോർട്ടും കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കണം ആവശ്യം. എൻ്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ പ്രതികരണം. നടിക്ക് നീതി ലഭിച്ചെന്നായിരുന്നു രമ്യ നമ്പീഷിന്റെ പ്രതികരണം. ജസ്റ്റിസിന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. അതുമാത്രമല്ല, പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ രീതിയിലുള്ള വിശ്വാസ്യത ഉണ്ടായിരുന്നു. സത്യം ജയിക്കുന്നു, സത്യം ജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. താരസംഘടനയായ അമ്മ ജനാധിപത്യ രീതിയിൽ പുനഃസംഘടിപ്പിക്കണമെന്ന് സംവിധായകൻ വിനയൻ ആവശ്യപ്പെട്ടു. ജോയ് മാത്യു പറഞ്ഞത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ ആ അമ്മയുടെ യോഗത്തിൽ ഒരു വാക്ക് എതിർത്ത് പറഞ്ഞാൽ തിലകനെ പോലെ എന്നെ അവർ ഒറ്റയ്ക്കിരുത്തും, മൂലക്കിരുത്തും എന്ന് അദ്ദേഹം ഇന്റർവ്യൂ എടുത്തിരിക്കുന്നു. ജോയ് മാത്യുവിനെ പോലെ ചങ്കൂറ്റമുള്ള ഒരു സംവിധായകനും കലാകാരനും അങ്ങനെ പറയുന്നെങ്കിൽ എത്രമാത്രം മാഫിയ ശക്തിയുള്ള സംഘടനകളാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യവൽക്കരിക്കണം, സംഘടനയൊക്കെ ആവശ്യമാണ്. വിരൽ ചൂണ്ടി അവനെ ഇല്ലാതാക്കും എന്ന് പറയുന്ന അവസ്ഥ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.